ഹലോ ഗൈസ്. ഞാൻ വരാത്ത ട്രിപ്പ് വളരെ മോശം ട്രിപ്പായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പ്രത്യേകിച്ചും സതീഷ് അമൃതരാജിന്റെ കൂടെയുള്ള ഒരു ട്രിപ്പ് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. ഹലോ ഗായ്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആരാ ശരിക്കും? എന്താ വീഡിയോ എന്നൊക്കെ ഞാൻ ഹരി പറഞ്ഞോ. ഞങ്ങൾ ഒരു ഗംഭീര ട്രിപ്പിലേക്ക് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഈ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം മൂതി പെരുപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്സിൻ്റെ അകക്കാഴ്ച. ഭീമയും അവളുടെ ഫാമിലി ലാൻഡായിട്ടുണ്ട്. ഭീമയുടെ കുഞ്ഞാണത്. ഇവിടെ കുസൃതിത്തനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഞാനും കൂടെ കൂടി. ഗായ്സ്, ബസ് വെളിയിൽ വന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് പ്രാർത്ഥന. എന്തെങ്കിലും പറയാനുണ്ടോ ഈ ട്രിപ്പിനെ പറ്റി? ഇത് ഭീമയുടെ കൊച്ചിന്റെ പരിചയപ്പെടുത്താം. ആടെ കുറെ പേരുണ്ട്, കണ്ടോ ഗായ്സ്? ഇനി പോകുന്നിടത്ത് പോയിട്ട് നമുക്ക് പരിചയം. ഹലോ 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 ഫലം പറയണ്ട ട്രിപ്പിനെ പറ്റി? പിന്നെ ട്രിപ്പിനെ പറ്റി പറയാനുണ്ട്. കാരണം വളരെ മനോഹരമായ ട്രിപ്പാണ്. ഇവിടെ വന്നവരല്ലേ ഈ വണ്ടിയുടെ സൗണ്ട് കാരണം ചെവി പറ്റി അകത്തോട്ട് കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് ഹരിയുണ്ട്, അനന്തുണ്ട്, മീനൂസ് ഉണ്ട്. മീനൂസ് വരുന്നു. മീനൂസ് കമോൺ. രണ്ട് വാക്ക് പറയാൻ മീനു വരുന്നുണ്ട്. എന്തിനെ പറ്റിയാ ചോദിക്കെന്തെങ്കിലും? ഞാൻ വരാത്ത ട്രിപ്പ് വളരെ മോശം ട്രിപ്പായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് വളരെ സങ്കടമുണ്ട് വരാൻ പറ്റാത്തത്. പിന്നെ ഒരു ചോട്ട കാരണം വരാൻ പറ്റുന്നില്ല. ഒരു ചോട്ട കാരണം വരാം. അജീഷേട്ടാ പോയോ? ഒരു ചോട്ട കാരണം വരാൻ പറ്റില്ല. അതുകൊണ്ട് അജീഷേട്ടാ എന്നോട് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നത്. ഇതാണ് ചന്ദനം. ഭഗവാനെ നമ്മൾ ചെന്ന് കണ്ടു. ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചോടാണ് നമ്മൾ തഞ്ചാവൂര് പോകുന്നത്. എല്ലാരും ഓം നമോ നാരായണായ നമഃ. ഭക്തിമാർഗത്തിലുള്ള ഒരു യാത്രയാണ് ഗായ്സ് ഇത്. അജീഷേട്ട ട്രിപ്പിനെ പറ്റി നമുക്ക് രണ്ട് വാക്കുകൾ ചോദിക്കാം. ഭയങ്കര സന്തോഷമായൊരു യാത്രയാണ്. ഭാര്യയില്ലാത്തൊരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു യാത്രയാണ്. പക്ഷെ ഭയങ്കര വിഷമമുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. ഞാൻ കരുതുന്നത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ചില യാത്രകൾ അങ്ങനെയാണ്, നമുക്ക് പോയേ പറ്റൂ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ വളരെയേറെ ഒരുപാട് കടമ്പകളൊക്കെ കടന്നാണ് നമ്മളിവിടെ എത്തിയത്. ജീവിതത്തിന്റെ ഓരോരോ അലച്ചിലുകളിൽ ചുറ്റുപാടിലും കൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിപ്പ് പോവുകയാണ്. അടിപൊളി. അങ്ങനെ രാത്രി നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് ഈ അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് തഞ്ചാവൂർ ടെമ്പിൾ. കണ്ടോ ഗായ്സ്, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് തഞ്ചാവൂർ ടെമ്പിൾ. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. കണ്ട് ആസ്വദിക്കാൻ സമ്മതിക്കോ? എനിക്ക് ആസ്വദിക്കണോ ഇത്? ഗൈസ്, ഇവിടെ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്ന റിസ്ക് എടുത്ത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. 985 മുതൽ 1012 AD വരെ ഭരിച്ച രാജരാജ ചോളൻ ഒന്നാമൻ്റെ കമ്മീഷണറാണ് ഇത് നിർമ്മിച്ചത്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മുതൽ 9 വരെയാണ് തുറക്കുന്ന സമയം. അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. Where is your next destination? ഇതാ ഐരാവതേശ്വര ടെമ്പിളിൻ്റെ അകത്താണ്. അതാണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഇത്രയും പേരുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. വാസ്തുവിദ്യാപരവും കലാപരവുമായ അത്ഭുതങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. പുരാണ രംഗങ്ങൾ, ദേവതകൾ, നായന്മാർ എന്നിവരെ ചിത്രീകരിക്കുന്ന വിശദമായ ശില്പങ്ങളാൽ ക്ഷേത്രം മൂടപ്പെട്ടിരിക്കുന്നു. കഴിവുള്ള ആൾക്കാർ
This is an ad. This is a. This is, I think. This is, I think, my. No. I don't know. He is explaining everything to everyone. Go and ask. ഐരാവതേശ്വര ക്ഷേത്രം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ വലുതായിരുന്നു. ശ്രീരംഗം ക്ഷേത്രത്തിന് സമാനമായി സപ്തവീഥികളും 7 കൊട്ടാരങ്ങളും ഇതിലുണ്ടായിരുന്നുവെന്ന് ലിഖിതങ്ങൾ പറയുന്നു. രാജരാജ ചോളൻ രണ്ടാമൻ രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അലങ്കരിച്ച തൂണുകൾ, മഹാമണ്ഡപത്തിൽ ദേവതകളുടെയും നായന്മാർ, പുരാണ കഥകൾ എന്നിവയുടെയും വിശദമായ കൊത്തുപണികളുള്ള 48 തൂണുകളുണ്ട്. ചോളരാജവംശത്തിൻ്റെ സാംസ്കാരികവും കലാപരവുമായ നേട്ടങ്ങളുടെ ഒരു മഹത്തായ ഉദാഹരണമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ഗൈസ്, നമ്മുടെ കൂടെ ദേവശ്രീ ചേച്ചി വന്നായിരുന്നു. നമ്മൾ ദേവശ്രീ ചേച്ചി അടിപൊളി ട്രിപ്പായിരുന്നു. പ്രത്യേകിച്ചും സതീഷ് അമൃതരാജൻ്റെ കൂടെയുള്ള ഒരു ട്രിപ്പ് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. ആ ചേച്ചിയെ പരിചയപ്പെടുന്നത്. ഇത് എൻ്റെ കസിനാണ് അശ്വതി. എൻ്റെ കൂടെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഡെസ്റ്റിനേഷൻ നമ്പർ 3 ഗംഗൈകൊണ്ട ചോളപുരത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഗൈസ്, ചോള രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം. പിന്നെ നമ്മൾ കേട്ടറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു ബ്രോ? രാജേന്ദ്ര ഒന്നാമൻ ചോള രാജാവ് പണി കഴിപ്പിച്ചത്. ചോള രാജാവ് ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ്. രാജേന്ദ്രൻ ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ്. ഇവിടെ ഫുൾ സ്കൂൾ കുട്ടികളാണ് വന്നത്. ഗൈസ് ഉണ്ടോ, ഫുള്ള് തിരക്കാണ്. ഇവിടെ അതിൻ്റെ ഇടയ്ക്കൊരു യൂട്യൂബറുണ്ട്. കാണണ്ടേ? ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പിള്ളേരും എല്ലാം ചമ്മി, നമ്മളെല്ലാവരും ചമ്മിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വലിയ ബിൽഡപ്പ് ഒക്കെ കാണിച്ചിട്ട് വന്നതാണ്. ഒരു കാര്യമില്ലാതായിപ്പോയി. 12 മണിക്ക് വന്ന് തേഞ്ഞ് അടച്ചിട്ടേക്കുക. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, നമുക്ക് പുറത്തെ വിഷ്വൽസ് കാണാം. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്തെ വിഷ്വൽസ്, അകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല. പുറത്തെ വിഷ്വൽസ് കാണിച്ചു തരാം. പാലാ രാജവംശത്തിനെതിരെ നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി രാജേന്ദ്രൻ ഒന്നാമനാണ് ഈ നഗരം സ്ഥാപിച്ചത്. നഗരത്തിൻ്റെ പേരിൻ്റെ വിവർത്തനം ഗംഗൈ, ഗംഗ, കൊണ്ട ലഭിച്ചത് ചോള, ചോല, പുരം, നഗരം എന്നിങ്ങനെ വിഭജിക്കാം. ഹലോ ഗൈസ്, ഇതാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടാണ്. ഞങ്ങളുടെ കാലൊക്കെ അങ്ങ് റോസ്റ്റായി. ഞങ്ങൾ എല്ലാവരും ചൂട് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗംഗൈകൊണ്ട ചോളപുരം ഇപ്പോൾ ഒരു ചെറിയ ഗ്രാമമാണ്. ചോള സാമ്രാജ്യം ദക്ഷിണേന്ത്യൻ മുഴുവൻ വടക്ക് തുംഗഭദ്ര നദി വരെ ഉൾപ്പെടുത്തി ഭരണപരവും തന്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി അവർ ഒരു പുതിയ തലസ്ഥാനം നിർമ്മിക്കുകയും അതിന് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പേരിടുകയും ചെയ്ത നഗരത്തിന് 2 കോട്ടകൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ഒന്ന് അകവും മറ്റൊന്ന് പുറവും. അടുത്ത നമ്മൾ വന്ന പ്ലേസ് എന്ന് പറയുന്നത് തഞ്ചാവൂർ മ്യൂസിയത്തിലാണ്. തഞ്ചാവൂർ ജില്ലയുടെ പൈതൃകം പൊതുജനങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി വിവിധ പൈതൃക വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണ് തഞ്ചാവൂർ മ്യൂസിയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ട്രിപ്പ്. പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.